ഹായ്, ഇന്ത്യൻ ട്രയൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കക്കാടംപുഴയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലും ബോർഡറിൽ നിൽക്കുന്ന കക്കാടംപുഴയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഞങ്ങൾ വരുന്നത് അരീക്കോട് ഭാഗത്തു നിന്നാണ്. റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പിന്നെ പറയാം. പോകുന്ന വഴിയിൽ തന്നെ ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞു. ആ സമയത്ത് നല്ല കോട മൂടി നിൽക്കുകയാണ്. അപ്പോൾ പോരുന്ന വഴി ധാരാളം വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ട് നമ്മളവിടെ നിർത്തിയില്ല. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് വരുന്ന വഴിയിൽ വെള്ളച്ചാട്ടമൊക്കെ നോക്കാം. അപ്പോൾ നേരെ നമുക്ക് കക്കാടംപുഴയിലേക്ക് കൂടാം. മലബാറിൻ്റെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിലെ കക്കാടംപൊയിൽ. കാടിൻ്റെ നിഗൂഢ സൗന്ദര്യവും വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയും നിറഞ്ഞ ഒരു ഹൈറേഞ്ച്. കോടമൂടിയ മലനിരകളും തണുത്ത കാലാവസ്ഥയും സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും കക്കാടംപൊയിലേക്ക് ആകർഷിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലുമായി പരന്നു കിടക്കുന്ന ഈ മലനിരകൾ പത്തനംതിട്ടയിലെ ഗവിയുമായി സാമ്യമുള്ളതിനാൽ മിനി ഗവി എന്ന പേരിലും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിലിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടവും പഴശ്ശി ഗുഹയും. ആനയും കടുവയും പക്ഷികളും നിറഞ്ഞ ഈ വനമേഖല വന്യജീവി പ്രേമികളുടെ ഒരു പ്രധാന സന്ദർശന സ്ഥലം കൂടിയാണ്. കോഴിക്കോട് നിന്ന് 50 കിലോമീറ്ററും നിലമ്പൂരിൽ നിന്ന് 24 കിലോമീറ്ററും അകലെയാണ് കക്കാടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂരിൽ നിന്ന് അകമ്പാടം വഴി കക്കാടംപൊയിലെത്താം. വരുന്ന വഴിയിലാണ് ആടിൻപാറ വെള്ളച്ചാട്ടവും ഓം കുരിശുപാറയും. കോഴിക്കോട് നിന്ന് തിരുവമ്പാടി കൂടരഞ്ഞി വഴി മല കയറി വരുമ്പോൾ വഴിയിൽ ധാരാളം ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും കാണാം. നിലമ്പൂർ, കോഴിക്കോട്, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ നിന്ന് KSRTC ബസ്സുകൾ കക്കാടംപൊയിലിലേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കോഴിപ്പാറ വാട്ടർഫാളിന് അവിടെ എത്തിയിട്ടുണ്ട്. വാട്ടർഫാൾ ഓപ്പൺ ആണ്. ഈ മാസം സെപ്റ്റംബർ 1 മുതലാണ് ഇത് ഓപ്പൺ ആയത്, കോവിഡിന് ശേഷം ഓപ്പൺ ആയത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നോക്കാം. കക്കാടംപൊയിലിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 12,000 മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് നിലമ്പൂരിലെ കനോലി പ്ലോട്ടിനടുത്ത് ചാലിയാറിൽ ലയിക്കുന്ന കുറുവൻ നദിയിലാണ് ഈ വെള്ളച്ചാട്ടം. തട്ടുതട്ടായി കിടക്കുന്ന പാറകൾക്ക് മുകളിലൂടെ ഒലിച്ചു വരുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ കാടിൻ്റെ ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാനായി ധാരാളം വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഇടതൂർന്ന വനങ്ങളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഈ വെള്ളച്ചാട്ടത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്നു. വളരെ ശക്തിയോടെ കുത്തിയൊലിച്ച് പോകുന്ന വെള്ളമാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത. മൺസൂണിൽ മഴ കുറവുള്ള സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും ഈ വെള്ളച്ചാട്ടത്തിൽ. എന്നാൽ കുറച്ച് അപകടം നിറഞ്ഞ ഭാഗം കൂടിയാണിത്. വഴുവഴുപ്പുള്ള പാറയും അടിയൊഴുക്കുള്ള വെള്ളവും കാരണം വെള്ളച്ചാട്ടത്തിലേക്കും പുഴയിലേക്കും ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടത്തിനരികിലായി കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ക്ലിസ്റ്റർ ക്ലിയർ വെള്ളം, നല്ല തണുപ്പുണ്ട്, നല്ല വെള്ളവും. കേരള വനം വന്യജീവി വകുപ്പിന്റെ ഒരു ഇക്കോ ടൂറിസം സെന്ററാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന സമയം. തിങ്കളാഴ്ച വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ടിക്കറ്റ്. സ്റ്റിൽ ക്യാമറക്കും വീഡിയോ ക്യാമറക്കും പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ധാരാളം പക്ഷികളെ കാണാനും അവയുടെ ശബ്ദം ആസ്വദിക്കാനും പറ്റിയ ഒരിടം കൂടിയാണ് ഈ വെള്ളച്ചാട്ടവും അതിൻ്റെ ചുറ്റുപാടുകളും. വെള്ളം ശക്തമായി ചാടുന്നതിനാൽ പക്ഷികളുടെ ഒരു കിന്നാരം പോലും കേൾക്കാൻ കഴിയുന്നില്ല. മൺസൂൺ കഴിയുന്നതോടെ വെള്ളച്ചാട്ടത്തിലെ ഒഴുക്ക് ഗണ്യമായി കുറയും. ആ സമയത്ത് മുമ്പ് സഞ്ചാരികളെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവാൻ സമ്മതിച്ചിരുന്നു. വെള്ളം കുറയുമ്പോൾ വെള്ളച്ചാട്ടത്തിലിറങ്ങി കുളിക്കുകയും ചെയ്യാമായിരുന്നു. അരുവിക്കരികിലൂടെ മുകളിലേക്ക് നടക്കുകയും ചെയ്യാം. അപ്പോൾ വാട്ടർഫാളിൽ അവിടെ ഞങ്ങൾ പോകുന്നു.
ഇനി നേരെ പോകുന്നൊരു മുകളിൽ ചെറിയൊരു മലയുണ്ട്. അപ്പോൾ ഒരു പകുതി ദൂരം ടാർ ചെയ്ത റോഡുണ്ട്. അപ്പോൾ മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയാണ്ട് തിരിച്ചിറങ്ങി പോകുന്നു, മുകളിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര ദൂരം നമുക്ക് മുകളിൽ പോകാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കോഴിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞതിനു ശേഷം മുകളിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥയാണിത്. എല്ലായിടത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പലയിടങ്ങളിലായി റോഡിലെ ടാറും ഒലിച്ചു പോയിട്ടുണ്ട്. കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈയിടെ കോൺക്രീറ്റ് ചെയ്തതാണ് ഏക ആശ്വാസം. മനോഹരമായ വനനിബിഡമായ താഴ്വാരത്തിൻ്റെ കാഴ്ചകളാണ് ഈ വഴികളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഏത് ദിശയിൽ നോക്കിയാലും പച്ചപ്പ് മാത്രം. അടക്കയും തേങ്ങയും കാപ്പിയും കൊക്കോയും വളരുന്ന തോട്ടങ്ങൾക്കിടയിലൂടെയാണ് മുകളിലേക്കുള്ള വഴി. പലയിടങ്ങളിലായി പാറക്കൂട്ടങ്ങളുടെയും മലനിരകളുടെയും പനോരമിക് വ്യൂ കാണാം. കക്കാടംപൊയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തി തുടങ്ങിയതോടെ ടൂറിസം മേഖല ഇവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുദാഹരണമാണ് ഈ മലമുകളിലും താഴ്വാരങ്ങളിലുമായി കാണുന്ന ധാരാളം റിസോർട്ടുകളും കോട്ടേജുകളും. നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ കാണല്ലേ ഈ റോഡിന് പോയാ? ബൈക്കാണല്ലേ? ബൈക്ക് നേരല്ലേ വരുള്ളൂ? ബൈക്ക് പോരൂല, വെറുതെ പോകുന്നാണ്ട് ഇടങ്ങാറാണ്. പിന്നെ ഇതികൂടെ പോലെ ഇവിടെ എത്തുക? ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് പോകാൻ? ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഡെഡ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ദൂരം പോകാൻ പറ്റൂലേ? ഓഫ് റോഡിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടല്ലേ? ഏറ്റവും നെറുവിലാണ്. ഇതിന്റെ ഭാഗമാണ്, ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമാണ് തുടക്കം ഇവിടുന്ന് വരുന്നത്. കുറച്ചുകൂടെ ഫോട്ടോ ഷൂട്ടിങ്ങിനാണെങ്കിൽ കുറച്ചുകൂടെ നായടംപൊലി സൈഡിലേക്ക് കയറാം. കുരിശിന്റെ ജംഗ്ഷൻ നമ്മൾ റോഡിലേക്ക് പോകുന്നു. ഓക്കെ, അവിടുന്ന് നേരെ സ്ട്രൈറ്റ് പോവാം. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, താങ്ക്സ്. ബൈക്ക് കൊണ്ട് പോരാൻ പറ്റുന്ന അത്രയും ഭാഗം ഞങ്ങൾ പോകുന്നു. ബൈക്കോടെ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ റോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ താഴത്തേക്ക് ചെറിയ നടവഴിയുണ്ട്. നമുക്ക് പോയി നോക്കാതെ എവിടേക്ക് എത്തുകയെന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലമൊക്കെ നല്ല വ്യൂ ആണ്. ആ ഭാഗത്തെല്ലാം കോട കയറി വരുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കുക, എന്നിട്ട് എന്താണ് കാഴ്ച നോക്കാം. കോടമഞ്ഞ് കയറി വരുന്ന പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നുകളാണ് വഴിയിൽ നിന്നുള്ള കാഴ്ച. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം കൂടി നടന്നാൽ ഒരു ചായക്കടയുണ്ട്. അവിടെ ചെന്ന് ഒരു ചായയും കുടിച്ച് തിരിച്ചു പോരാം. ഇപ്പം നമ്മൾ ഈ റോഡിൽ കുറച്ചും കൂടി ദൂരം പോയാൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയാൽ ചെറിയൊരു കോളനി ഉണ്ട്. അപ്പോൾ കോളനിയിലത്തെ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകാം. അപ്പോൾ കോളനിയുടെ പേരെന്താ പറഞ്ഞത്? സുപ്രീം കോളനി തോട്ടപ്പള്ളി. പിന്നെ അവിടെ എത്ര വീടുകളല്ലേ? 3 വീടുള്ളൂ. 17 വീടുണ്ട്. 3 വീടുള്ളൂ. ഇപ്പം ആണ് താമസിക്കുന്നത്. 3 വീടുകളില്ല. അപ്പോൾ അവരൊക്കെ എവിടെ പോയത്? അവർക്ക് വേറെ സ്ഥലം അങ്ങനെ മാറ്റി നോക്കിയിട്ട് പോയതാണ്. സ്ഥലങ്ങൾ മാറ്റി സർക്കാർ അങ്ങോട്ട് കൊടുത്തപ്പോൾ മാറിപ്പോയത്. പിന്നെ 3 വീടുകളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഇല്ല, റോഡ് അങ്ങോട്ട് വന്നിട്ടില്ല. കറണ്ട് കാശും അവരെ അവിടെ ഉണ്ട്. ബ്ലാഷിക്കാണോ സാറേ ജീവിക്കുന്നത്? ബ്ലാഷിക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു ദിവസം വരെ അദ്ദേഹം വരെ ഞാൻ കാണിച്ചില്ല. കാരണം ഇതിപ്പം നിങ്ങൾ നാളെ ഒരു ചാനൽ അയച്ചു കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരം ഉണ്ടാവുക എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ വിളിക്കാറെന്നൊക്കെ പറയുന്നത്. കുട്ടികളെ സ്കൂളിൽ പോകാനൊക്കെ എന്താ ചെയ്യുന്നത്? സ്കൂളിൽ പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റൈബിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇവരെ വണ്ടിക്ക് ഇവിടുന്ന് കിട്ടും. വേറെ സ്ഥലത്ത് പോകും. വാളന്തോട് റൈബിൾ സമുദായം എന്ന് പറഞ്ഞാൽ ചോരനായ്ക്കൻ സമുദായം. മഴക്കാലത്ത് ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ കടം മേടിച്ചിട്ട് പോകല വല്ലപ്പോഴൊക്കെ ഞാൻ കടം കൊടുക്കുക. മാസം ഇപ്പൊ പണിയില്ല. ഈ കൊറോണ ആയപ്പോഴത്തേനും പണിയില്ല, ആർക്കും പണിയില്ല. ഞാനും പണിക്ക് വിളിച്ചുകൊണ്ടിരുന്ന എനിക്കും പണിയില്ലാത്ത കാരണം ഞാൻ കടം കൊടുത്തോണ്ടിരിക്കുക ഇവർക്ക്. വേനൽക്കാലം ആകുമ്പോൾ ഇവരെനിക്ക് തേനെടുത്തുകൊണ്ട് തരും, കാട്ടുതേൻ എടുത്തുകൊണ്ട് തരും. ഇവർ സത്യമായിട്ടും ജണ്ടയിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇവരെ ഇറക്കി വിട്ടാൽ ഇപ്പൊ ഇവര് പോകണം. ഈ
ഇവരിപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഫോറസ്റ്റുകാരോടും ഒക്കെ പറഞ്ഞ് അവരുമായിട്ടൊക്കെ നമ്മൾ ആ ബന്ധം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇവിടെ വന്ന് എന്തെങ്കിലും ചോദിക്കും. അവർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് വേനൽക്കാലം ആകുമ്പോൾ ഇവർ തേനെടുത്ത് കൊണ്ട് തരും. തേനെടുത്ത് ഒന്നാന്തരം കാട്ടിൽ ഇവിടെ ഇവർ കൊണ്ട് തന്നത് ഇരിപ്പുമുണ്ട്. ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തേൻ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 കിലോളം തേനൂടി ഇരിപ്പുമുണ്ട്. സൂപ്പർ തേനോ ഒന്നാന്തരം തേനാണ് അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന തേനായിരുന്നു. നല്ല ഒന്നാന്തരം കാട്ടു. ഇവർ നല്ല വൃത്തിയായിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഗൾഫിലേക്ക് ഒരുപാട് തേൻ കയറ്റി വിട്ടുകൊണ്ടിരുന്നായിരുന്നു. ഞാൻ കൊടുത്തോണ്ടിരുന്ന 50 കിലോ ഒക്കെ 1 കിൻഡലൊക്കെ കൊടുത്തോണ്ടിരുന്ന. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ വന്നതുകൊണ്ട് പോക്ക് നടക്കാത്തതുകൊണ്ട് എനിക്ക് 2 കിൻഡലിന് മേലെ തേൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുക. ഒറിജിനൽ കാട്ടു തേന് ഇവർ കൊണ്ടെത്തുന്ന തേൻ ഇതാ ഞാനിവിടെ കുപ്പിയിൽ എടുത്ത് വെച്ചു. അഖിൽ കൃഷ്ണൻ വിഷ്ണു നിങ്ങളുടെ ചോരനായ്ക്കള് 3 വീട്ടുകാരുള്ള 3 വീട്ടുകാരാ. ഈ വേനൽക്കാലത്ത് എന്താ ചെയ്യല്? സാറേ ഞങ്ങൾ കാട്ടിലേക്ക് പോകും. പിന്നെ കൂലിപ്പണിക്കും ഇവിടെ രാവിലെ 8:30 പണിക്കിറങ്ങണം. 4:30 ആകുമ്പോൾ പണി നിർത്തും. 550 രൂപ ശമ്പളം. ഇത് ഒറിജിനൽ കാട്ടുതേനാണ്. ഇത് ഇവർ 12,000 ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുതരുന്ന തേനാണ്. ഇത് കിൻഡല് കണക്കിന് എനിക്കിവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് സാമ്പിളിന് തന്നു വിടുന്നുണ്ട്. എനിക്ക് പൈസ ഇല്ലാതെ ഞാൻ തന്നു വിടുന്നുണ്ട്. അത്രയും നല്ല കാട്ടുതേനാണിത്. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ സാബു ചേട്ടൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അവരിവിടെ കുറേ റിസോർട്ട് കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലൊക്കെ ഉപകാരപ്പെടും. അവരുടെ ഫോൺ നമ്പറും അവരുടെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സാബു ചേട്ടൻ്റെ കയ്യിൽ നല്ല ശുദ്ധമായ കാട്ടുതേന് കിട്ടും. അപ്പോൾ അതും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. മുകളിലേക്ക് പോയ അത്ര എളുപ്പമല്ല തിരിച്ചിറങ്ങാൻ. ചളിയിലൂടെ ഇറങ്ങുമ്പോൾ ബൈക്ക് പലയിടത്തും സ്കിഡാകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വെള്ളച്ചാട്ടവും കഴിഞ്ഞുള്ള ആദ്യത്തെ ജംഗ്ഷനിൽ ഒരു കുരിശ് കാണാം. അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ നായാടും പോയിലെത്താം. ആ വഴിയിലുള്ള ഒരു റിസോർട്ടാണിത്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് മലമുകൾക്കിടയിലൂടെ കോടമഞ്ഞ് കയറി വരുന്ന കാഴ്ച. പച്ചപ്പുല്ല് നിറഞ്ഞ ധാരാളം പുൽമേടുകളും മൊട്ടക്കുന്നുകളും ഇവിടെ നിന്ന് കാണാം. മലഞ്ചെരുവുകളിലെ വാഴക്കൃഷി പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ഈ കുന്നുകൾക്ക്. സമയം ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറുതായി ഇരുട്ട് പരക്കുന്നുണ്ട് വഴികളിൽ. അതുപോലെ തന്നെ തണുപ്പും കൂടി വരുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ താപനില പരമാവധി 30 ഡിഗ്രി വരെ ആയിരിക്കും ഈ മലയോരങ്ങളിൽ. തണുത്ത കാലാവസ്ഥയിൽ അത് 15 ഡിഗ്രി വരെ കുറയും. ഇരുട്ടാകുന്നതിന് മുമ്പ് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി തിരിച്ചു പോരാനാണ് പ്ലാൻ. മഴയില്ലാതെ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇതായിരിക്കും കക്കാടംപൊയിൽ നിന്നുള്ള കാഴ്ചകൾ. മലകളിലെ പീക്കുകളിൽ തട്ടി താഴ്ന്നു പറക്കുന്ന മേഘക്കൂട്ടങ്ങൾ. ഇങ്ങനെ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ നിന്ന് കോഴിക്കോടിലെയും മലപ്പുറത്തെയും പല മലകളും കുന്നുകളും വ്യക്തമായി കാണാം. വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ട് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ആകെ കോട ഇറങ്ങിയിരിക്കുകയാണ് വഴികളിൽ. മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതാണ് നായാടംപൊയിൽ എത്തിയപ്പോൾ ഉള്ള അവസ്ഥ. കോടമൂടിയ വാഴത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭവം. അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് ചുരമിറങ്ങി ഞങ്ങൾ